ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എജുടോക്സ്. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ് പറയുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ടേംസും ഡെഫിനിഷൻസും മീനിങ് ഒക്കെയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഇത് എല്ലാ ഗ്രൂപ്പിലുള്ളവർക്കും പറ്റും. പ്ലസ് ടുക്കാർക്കും ഡിഗ്രിക്കാർക്കും പി ജിക്കാർക്കും പിന്നെയുള്ള എക്സാംസൊക്കെ നോക്കുന്നവർക്കും എല്ലാവർക്കും ഉള്ള ഒരു ബേസിക് ക്ലാസ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. So, let's start it. Introduction to accounting. Accounting is the process of recording financial transaction pertaining to business. നമുക്കറിയാം എന്താണ് അക്കൗണ്ട്. നമ്മൾ ഇത്രയും കാലം പഠിച്ചാലും പക്ഷേ നമ്മൾ ഈ ബേസിക് ടേംസ് നമുക്ക് അറിയാം, പക്ഷേ എന്നാലും കൃത്യമായിട്ട് അറിയത്തില്ല. അതാണ് പറയുന്നത്. അക്കൗണ്ടിങ് എന്താണ്? റെക്കോർഡിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ബിസിനസ്സിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുക എന്നതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ലൂക്ക പാസിയോളി അതാണ് ദ ഫാദർ ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ്. ലൂക്ക പാസിയോളിനെയാണ് നമ്മൾ ഫാദർ ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ബുക്ക് കീപ്പിങ്ങിൻ്റെ ഫാദറായിട്ട് കണക്കാക്കുന്നത്. ഹീ ഈസ് ആൻ ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ. ഇവരെന്താണ്? ഒരു ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനാണ്. പാസിയോളി പബ്ലിഷ്ഡ് എ ബുക്ക് ഓൺ ദ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ഇൻ 1494, സമ്മ ഡി അരിത്തമാറ്റിക്ക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം കേട്ടോ. അയാളൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ബുക്ക് കീപ്പിങ്ങിന്, സമ്മ ഡി അരിത്തമാറ്റിക്ക. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഒരു പ്ലസ് ടുക്കാർക്ക് നമുക്ക് ബേസ് തൊട്ട് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ മനപ്പാടായിട്ട് പഠിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് AICPA പറയുന്നതാണ്, ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. എന്താണ് പറയുന്നത്? അക്കൗണ്ടിങ് എന്നാണ് പറയുന്നത് ആർട്ടാണ്, ഒരു ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ആണ്. ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സമ്മറൈസ് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഇൻ ടേംസ് ഓഫ് മണി, അതായത് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർഓഫ്. അതിൻ്റെ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റർപ്രറ്റ് ചെയ്യുകയും റിസൾട്ട് മാനറൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഫുൾ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതെല്ലാവരും എന്ത് ചെയ്യുക? ഫുള്ളായിട്ട് പഠിച്ചു വെക്കണം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അക്കൗണ്ടിങ് ടേംസ് ആണ്. അക്കൗണ്ടിങ്ങിൽ കുറേ ടേംസ് ഉണ്ട്, അതാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, ബിസിനസ് ട്രാൻസാക്ഷൻ. എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ? ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ, അതായത് പർച്ചേസ് ചെയ്തു, സെയിൽസ് ചെയ്തു, അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ ചെയ്തു, അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. A business transaction is an economic activity of the business that changes its financial position. അതായത് എക്കണോമിക് ആക്ടിവിറ്റീസ്, ബിസിനസ്സിൽ നടന്നിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിനെയൊക്കെയാണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ചേഞ്ചസ് ഇറ്റ്സ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഇതെന്ത് ചെയ്യും? ഫിനാൻഷ്യൽ പൊസിഷനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേതാണ് അക്കൗണ്ട്. An account is a ledger record in a summarized form of all the transactions that have taken place with a particular person. അതായത് നമ്മളൊരു പേഴ്സണായിട്ടൊക്കെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ലെഡ്ജറായിട്ട് അല്ലെങ്കിൽ സമ്മറൈസ്ഡ് ഫോമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. അതാണ് നമ്മൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. മൂന്നാണ് ക്യാപിറ്റൽ. ഇറ്റ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ പ്രൊപ്പറേറ്റർ ഇൻ എ ബിസിനസ് എൻ്റർപ്രൈസ്. അതായത് ഒരു ബിസിനസ്സിൽ ഒരു പ്രൊപ്പറേറ്റർ അല്ലെ ഓണർ എന്ത് ചെയ്യുക? മുടക്കിയ തുകയെ, അതായത് അയാൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പവൻ സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് ക്യാഷ് ₹1 lakh. പവൻ എന്ത് ചെയ്തു? അയാൾ 1 ലക്ഷം ഉറുപ്പിക ഇട്ടിട്ട് ഒരു ബിസിനസ് തുടങ്ങി. നാലാമത്തതാണ് ഡ്രോയിങ്സ്. ഇതെല്ലാവർക്കും മാറിപ്പോകുന്നതാണ്, ഓർത്ത് വെക്കാം. എനി ക്യാഷ് ഓർ വാല്യൂ ഓഫ് ഗുഡ്സ് വിഡ്രോഡ് ബൈ ദ ഓണർ ഫോർ പേഴ്സണൽ യൂസ് ഓർ എനി പ്രൈവറ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ഔട്ട് ഓഫ് ദ ബിസിനസ് ഫണ്ട്സ് ഈസ് കോൾഡ് ഡ്രോയിങ്സ്. അതായത് അയാൾ നമ്മൾ പ്രൊപ്പറേറ്റർ പറഞ്ഞല്ലോ, അയാൾ കമ്പനിയിൽ നിന്നും പേഴ്സണൽ യൂസ്, അയാൾ സ്വന്തമായ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ പിൻവലിക്കുന്നതിനാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയും. ഇപ്പോൾ ഒരു വീട്ടിലേക്ക് വാങ്ങാൻ മീൻ വാങ്ങേണ്ടിയിട്ട് പൈസ വിഡ്രോ ചെയ്തു, അരി വാങ്ങാൻ വിഡ്രോ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ബാധ്യതകൾ. ഇറ്റ് റെഫേഴ്സ് ദ എമൗണ്ട് ദാറ്റ് ദ ഫേം ഓർ ടു ഔട്ട്സൈഡേഴ്സ്. അതായത് പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ള ബാധ്യതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് അസറ്റ്. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കുള്ളൊരു അസറ്റ്, അതായത് നമുക്ക് ഫർണിച്ചറുണ്ട്, ലൈറ്റ് ഷോപ്പിൽ മറ്റുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് പറയുന്നത് അസറ്റ്സ് ആർ വാല്യുബിൾ റിസോഴ്സസ് ഓൺഡ് ബൈ ബിസിനസ് എൻ്റർപ്രൈസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. അതായത് പണത്തിൻ്റെ രൂപത്തിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബിസിനസ്സിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, അതായത് വാല്യൂ
വാല്യൂ ആയിട്ടുള്ള റിസോഴ്സസിലാണ് നമ്മൾ അസറ്റ്സ് എന്ന് പറയുന്നത്. അസറ്റ്സ് ആർ ഫർദർ ഡിവൈഡഡ് ഇൻ ടു. അസറ്റ്സ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തതാണ് ടാഞ്ചിബിൾ അസറ്റ്സ്. അസറ്റ്സ് ദാറ്റ് ക്യാൻ ബി സീൻ, ടച്ച് ആൻഡ് ഫെൽറ്റ് ആർ നോൺ ആസ് ടാഞ്ചിബിൾ അസറ്റ്സ്. അതായത് നമുക്ക് തൊടാനും കാണാനും ഒക്കെ പറ്റുന്ന അസറ്റ്സിനെയാണ് നമ്മൾ ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി, ബിൽഡിംഗ് ഒക്കെയാണ് ടാഞ്ചിബിൾ അസറ്റ്സ്. രണ്ടാമത്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. നമുക്ക് കാണാൻ പറ്റില്ല. അസറ്റ്സ് ദാറ്റ് cannot be seen and touched by only their presence can be felt are known as intangible assets. നമുക്കത് കാണാനും തൊടാനൊന്നും പറ്റില്ല, പക്ഷേ അതിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ് വില്ല്, കോപ്പി റൈറ്റ്സ്, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ലൈസൻസ്, ഫ്രാഞ്ചൈസീസ് ഒക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് എക്സ്പെൻസസ്, ചിലവുകൾ. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഇൻ പ്രൊഡ്യൂസിങ് ആൻഡ് സെല്ലിങ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സെല്ല് ചെയ്യാനുള്ള അതിൻ്റെ ഒരു കോസ്റ്റിനെയാണ് നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഈ ഒരു കോസ്റ്റ് ഓഫ് സർവീസസ് ആൻഡ് തിങ്സ് യൂസ്ഡ് ഫോർ ഏർണിംഗ് റവന്യൂ. ഓൾ ബാലൻസ് റിലേറ്റിംഗ് ടു എക്സ്പെൻസ് ഓർ ഗെയിൻസ് വിൽ ഗോ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ എക്സ്പെൻസ് അല്ലെങ്കിൽ ഗെയിൻസ് ഒക്കെ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക. നെക്സ്റ്റ് എന്താണ്? ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനം. എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ് ഈസ് കോൾഡ് നെറ്റ് ഇൻകം. നമുക്ക് എക്സ്പെൻസിനെക്കാട്ടും കൂടുതൽ റവന്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇൻകം എന്ന് പറയും. നെക്സ്റ്റ് പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് ടോട്ടൽ റവന്യൂ ഓവർ ദ ടോട്ടൽ എക്സ്പെൻസസ് ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ് ഫോർ ആൻ അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമുക്ക് ടോട്ടൽ എക്സ്പെൻസിനെക്കാട്ടും കൂടുതലാണ് നമുക്ക് ടോട്ടൽ റവന്യൂ എങ്കിൽ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയും. നെക്സ്റ്റ് ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടം. When total expense exceeds the total revenue of business enterprise, then it is termed as loss. നമുക്ക് നഷ്ടമാണ്. നമ്മളെ എക്സ്പെൻസസ് ആണ് കൂടുതലെങ്കിൽ, റവന്യൂവിനെക്കാട്ടും വരുമാനത്തിനെക്കാട്ടും കൂടുതൽ നമുക്ക് ചിലവുകളാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ലോസ് എന്ന് പറയും. നെക്സ്റ്റ് ആണ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങുക. ഒരു ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് നമ്മൾ ഫർണിച്ചർ വാങ്ങുക അല്ലെങ്കിൽ അതിനുള്ള മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുന്നതാണ് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്നത്. ദ ടേം പർച്ചേസ് ഈസ് യൂസ്ഡ് ഫോർ ബൈയിങ് ഗുഡ്സ് ഫോർ റീസെയിൽ ഓർ ഫോർ യൂസ് ഇൻ ദ മാനുഫാക്ചറിങ് പ്രോസസ്സ്. അല്ലെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാനോ റീസെയിൽ ചെയ്യാനോ മാനുഫാക്ചറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങുക. പർച്ചേസ്ഡ് ബൈയിങ് ഗുഡ്സ് വാങ്ങുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? പർച്ചേസസ് എന്ന് പറയാം. നെക്സ്റ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിൽക്കുക. ദ ടേം സെയിൽസ് ഈസ് യൂസ്ഡ് ഫോർ ദ എമൗണ്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് റെൻറ്റഡ്. നമ്മൾ എന്ത് ചെയ്യുക? ഗുഡ്സ് ആൻഡ് സർവീസസിനെ സെയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ദ ടേം സ്റ്റോക്ക് ഇൻക്ലൂഡഡ് ഇൻ ദ വാല്യൂ ഓഫ് ദോസ് ഗുഡ്സ് ദാറ്റ് ആർ പർച്ചേസ്ഡ് ഫോർ റീസെല്ലിംഗ് ആൻഡ് വിച്ച് ആർ ലൈങ് അൺസോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ്. അതായത് സ്റ്റോക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് എൻഡിൽ വിൽക്കാണ്ടുള്ള അൺസോൾഡ് ആയിട്ടുള്ള ഗുഡ്സിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അൺസോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിൽ അൺസോൾഡ് വിൽക്കാതെയുള്ള ഗുഡ്സിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഡെപ്റ്റേഴ്സ്. ഇറ്റ് റെപ്രസെൻറ്റ് ദോസ് പേഴ്സൺസ് ഓർ ഫേംസ് ടു വിച്ച് whom goods have been sold or services rendered on credit payment has not been received from them. ഡെപ്റ്റേഴ്സ് എന്നാണെങ്കിൽ നമ്മളടുത്ത് നിന്ന് സാധനമൊക്കെ വാങ്ങിയ ആൾക്കാർ, പക്ഷേ അവരെന്ത് ചെയ്യുക? നമുക്ക് അതിനുള്ള പൈസ തന്നിട്ടില്ല എങ്കിൽ അവരെ നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയാം. അവർ നമുക്ക് എന്ത് ചെയ്യണം? പൈസ ഇങ്ങോട്ട് തരാനുണ്ട്, കമ്പനിയിലേക്ക് തരാനുണ്ട്. പക്ഷേ അവർ നമ്മളെ കയ്യിൽ നിന്ന് സാധനമൊക്കെ വാങ്ങി, പക്ഷേ ക്രെഡിറ്റിനൊക്കെ സാധനമൊക്കെ വാങ്ങി, പക്ഷേ എന്ത് ചെയ്യുക? അവർ പൈസ തന്നിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ക്രെഡിറ്റേഴ്സ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ എന്ത് ചെയ്യും? വേറെ ആരോടെങ്കിലും പൈസയൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദോസ് പേഴ്സൺ ഓർ ഫേംസ് ഫ്രം whom goods have been purchased or service procured on credit and payment has not been made to them. നമ്മൾ എന്ത് ചെയ്യുക? ഗുഡ്സ് അല്ലെങ്കിൽ എന്ത് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിരിക്കണം, പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. അതാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗുഡ്സ് ഇൻക്ലൂഡ് ഓൾ ദോസ് തിങ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ഫോർ റീസെയിലിംഗ് ഓർ വിച്ച് ആർ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. പർച്ചേസ് ഫോർ റീസെല്ലിംഗ്. നെക്സ്റ്റ് ആണ് കോസ്റ്റ് ക്യാൻ ബി ടേംഡ് ആസ് ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് ഗിവൻ അപ്പ് ഇൻ ദ എക്സ്ചേഞ്ച് ഫോർ സം ഗുഡ്സ് ഓർ സർവീസസ്. കോസ്റ്റ് എന്താ പറയുന്നത്? കോസ്റ്റ് എന്ന ഈ ഒരു റിസോഴ്സസ് നമുക്കുണ്ടാകുന്ന ചിലവുകൾ. കോസ്റ്റ് ക്യാൻ ബി ടേംഡ് ആസ് ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് ഗിവൻ അപ്പ് ഇൻ ദ എക്സ്ചേഞ്ച് ഫോർ സം ഗുഡ്സ് ഓർ ഈ ഗുഡ്സ് അല്ലെ സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴുള്ള ഒരു ചിലവിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് വൗച്ചർ. എ വൗച്ചർ ഈസ് എ ഡോക്യുമെൻറ്റ് ബേസ്ഡ് ഓൺ
വിച്ച് ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ്. വൗച്ചറിലാണ് നമ്മൾ എന്ത് ട്രാൻസാക്ഷൻ നടന്നാലും ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുക എവിടെയായിരിക്കും? വൗച്ചറിലായിരിക്കും. വൗച്ചിങ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്താണ്? വൗച്ചിങ് ആണ്. വൗച്ചിങ് ഈസ് ദ എസൻസ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിൻ്റെ ഒരു എസൻസ് എന്ന് പറയുന്നത് എന്താണ്? വൗച്ചിങ് തന്നെയാണ്. എക്സാമിനേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡോക്യുമെൻ്ററി എവിഡൻസ് കോൾഡ് വൗച്ചിങ്. ഈ ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ നടന്നിട്ടുള്ള ഒരു എക്സാമിനേഷൻ ചെയ്യുന്നത് എന്താണ്? വൗച്ചിങ് എന്ന് പറയുന്നത്. ഹെൽപ്പ് ഓഫ് ഡോക്യുമെൻ്ററി എവിഡൻസ്. ഇതൊരു വൗച്ചിങ് എന്ന് പറയുന്ന വൗച്ചർ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. ട്രാൻസാക്ഷൻസ് ഒക്കെ നടന്നതിൻ്റെ ഒരു എവിഡൻസ് ആണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം, നമുക്ക് ആ ഒരു തിരിച്ച് കിട്ടാൻ സാധ്യതയില്ല. ഇറ്റ് ഈസ് ദ എമൗണ്ട് ദാറ്റ് ഹാവ് ബിക്കം ഇൻറിക്കവറബിൾ ഫ്രം എ ഡെപ്റ്റർ. ഒരു ഡെപ്റ്ററെ കയ്യിൽ നിന്ന് നമുക്ക് തിരിച്ച് കിട്ടാതിരിക്കാനുള്ള സാധനങ്ങളിൽ അതാണ് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് റവന്യൂ, വരുമാനം. ഇറ്റ് ഈസ് ദ ഇൻകം ഓഫ് എ റെക്കറിങ് നേച്ചർ സച്ച് ആസ് റെസീപ്റ്റ്സ് ഫ്രം ദ സെയിൽ ഓഫ് ഗുഡ്സ്, റെൻറ്റ് എക്സെട്ര. നമ്മൾ സെയിൽസ് ചെയ്യും ഗുഡ്സ് കാര്യങ്ങൾ, പിന്നെ റെൻ്റൊക്കെ ഇല്ലേ, അത് നമുക്ക് റെൻറ്റ് കൊടുത്താൽ ചിലപ്പം വാടക വീടൊക്കെ കൊടുത്താലും ഒക്കെ നമുക്ക് റെൻറ്റ് കിട്ടും. പിന്നെ ഗുഡ്സ് ഓഫ് സാധനം, സെയിൽസ് ഓഫ് ഗുഡ്സ്, സെയിൽസൊക്കെ നടന്നാലൊക്കെ നമുക്ക് എന്ത് ചെയ്യും? റവന്യൂ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഒരു ബേസിക് അക്കൗണ്ടിങ്ങിൻ്റെ ടേംസും ബേസിക് ഡെഫിനിഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബൈ.